ഏശയ്യാ 34 അധ്യായം. ഏദോമിന് നാശം. ജനതകളെ, ജനപദങ്ങളെ, അടുത്തുവരുവിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ. ലോകവും അതിൽ നിന്നു പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വ സൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു. അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു, അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്നു ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തം ഒഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്നു നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നതുപോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എന്റെ വാൾ ആകാശങ്ങളിൽ വച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിന്റെ മേൽ ഞാൻ നാശത്തിനു വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്. രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു. അതു മേധസ്സു ഭക്ഷിച്ചു ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പുകൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബൊസ്രായിൽ ഒരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവും ഉണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളക്കൂറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പുകൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിന്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവും ഉണ്ട്. ഏദോമിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലും ആയി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിന്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനിയൊരിക്കലും അതിലൂടെ കടന്നുപോവുകയില്ല. കഴുകനും മുള്ളൻപന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകട്ട അതിന്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അത് ഒരു രാജ്യം അല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും. അതിന്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. അതിന്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപ്പക്ഷികളുടെ താവളവും ആകും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിനു വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമസങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങുകൂട് കെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച ചിറകിൻ കീഴിൽ അവയെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്തു വിഹരിക്കും. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്കു വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും.